ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ബിഗ് ബോസ് സീസൺ 6 അപ്ഡേഷൻ എന്തായി? അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നാ ഒരു വീഡിയോ ബിഗ് ബോസിന്റെ ഒരു അപ്ഡേഷനുമായിട്ട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിന്റെ മത്സരാർത്ഥികളൊക്കെ ഇങ്ങനെ 10 പേരും 15 പേരും ഒക്കെ വെച്ചിട്ട് കൺഫേം ആകുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഫിറോസ് ഡേഞ്ചർ ഫിറോസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ബിഗ് ബോസിലെ ആർക്കും ഇതുവരെ ഫൈനലി കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അതിന്റെ കാരണമായിട്ട് പറഞ്ഞത് പലരും മുൻകൂട്ടി കൺഫർമേഷൻ കൊടുത്ത പലരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് പരസ്പരം വിളിക്കുകയും സംസാരിക്കുകയും ഗെയിം സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിട്ട് പോയി. അതുപോലെ പി ആർ കൊടുത്തു എന്ന് പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പി ആർ കൊടുത്തു. അതൊക്കെ കൊണ്ടാണ് ഇവറ്റ് ആർക്കും 100% കൺഫേം കൊടുക്കാത്തതെന്നൊക്കെയാണ് പുള്ളിയുടെ ഒരു ഭാഷ്യം. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പരിചയപ്പെട്ട് ഗെയിം സ്ട്രാറ്റജിയുമായിട്ട് ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിൽ വന്നത്? കഴിഞ്ഞ സീസൺ ഏറ്റവും വലിയ പൊളിഞ്ഞ സീസണാണ് ഫിലിം ഫിറോസ് പറഞ്ഞത്. ഡേഞ്ചർ ഫിറോസ് പറഞ്ഞു. ഫിലിം ഫിറോസ് അല്ല, ഡേഞ്ചർ ഫിറോസ്. അപ്പോൾ അതിനോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. ഒന്നാം സീസൺ കഴിഞ്ഞിട്ട് ഇത്രയും ആസ്വദിച്ച്, ഇത്രയും മനോഹരമായ നിമിഷങ്ങൾ, ഇത്രയും നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള, നമുക്ക് എന്താ പറയുക, എന്റർടൈൻ തരുന്ന, നമ്മളെ ആവേശിപ്പിക്കുന്ന, നമ്മളെ കുതിപ്പിക്കുന്ന, നമ്മൾ അത്രയ്ക്ക് ത്രില്ലടിച്ച് കണ്ട വേറൊരു സീസണില്ല. സീസണിൽ ഒരുപാട് പരാജയങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ട്. ഏഷ്യാനെറ്റിന്റെ റേറ്റിംഗിൽ ഷോയ്ക്ക് വലിയൊരു റേറ്റിംഗ് വന്നിട്ടില്ല, എന്നാലും ഹോട്ട്സ്റ്റാറിൽ അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയൊരു ഷോയാണ്. വളരെ മികച്ച മുഹൂർത്തങ്ങൾ, സൗഹൃദം, പ്രണയം, വിരഹം, ദേഷ്യം, അടി, ഇടി, അങ്ങനെ എന്താ മനോഹരമായ നിമിഷങ്ങളാണ് സീസൺ 5 നമുക്ക് സമ്മാനിച്ചത്. സീസൺ 6 വരുമ്പോൾ റേറ്റിംഗ് കുറഞ്ഞിട്ട് മാത്രമാണോ? റേറ്റിംഗ് കുറഞ്ഞുകൊണ്ടാണ് അവരെ കുറച്ച് ആളുകളെ അകത്തോട്ട് വിട്ടെന്നൊക്കെ അവർ പറയുകയുണ്ടായി. അതുകൊണ്ട് മാത്രമല്ല, അങ്ങനൊരു സംഭവം ബിഗ് ബോസിന്റെ ടീമിലുള്ളതാണ്. അത് മറ്റു പല ഭാഷകളിലും ഇത്തരം മുൻ കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്, ചലഞ്ചേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും അറിയാതെയാണോ ഫിറോസ്ക നിങ്ങൾ സംസാരിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇപ്പോൾ വന്ന ഒരു പുതിയ അപ്ഡേഷൻ എന്ന് വെച്ചാൽ 7, 8, 9 ദിവസങ്ങളിലാണ് ബിഗ് ബോസ് സീസൺ 6 ഷൂട്ട് ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ നടക്കുന്നത്. 7, 8, 9 ദിവസങ്ങളിലാണ് ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ ബിഗ് ബോസ് സീസൺ 6 ഷൂട്ട് നടക്കുന്നത്. 10-ാം തീയതിയാണ് ഗ്രാൻഡ് ലോഞ്ച് ആയിട്ടുള്ള നമ്മുടെ TV ടെലികാസ്റ്റിംഗ്. 10-ാം തീയതി അത് ടെലികാസ്റ്റ് ചെയ്യും. കൃത്യം 7 മണിക്ക് ഏഷ്യാനെറ്റിലും ഹോട്ട്സ്റ്റാറിലും നമുക്ക് ടെലികാസ്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഞാൻ മുൻപൊരു വീഡിയോയിൽ, ഇതിന് മുമ്പ് ചെയ്ത ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിലേക്ക് ലോഞ്ചിങ്ങിൽ കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഗസ്റ്റുകൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളോട് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും കൺഫേം ചെയ്തിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 5 8 മത്സരാർത്ഥികളെ ടോപ്പ് 5ഉം അതുപോലെ തന്നെ മികച്ച മത്സരം കാഴ്ചവെച്ച് അവസാനം വരെ എത്തിയ 8 മത്സരാർത്ഥികളെ ഗ്രാൻഡ് ലോഞ്ചിന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ആദ്യം അഖിൽ മാരാറാണ്, സീസൺ 5 ടൈറ്റിൽ വിന്നർ അഖിൽ മാരാറാണ് ആദ്യമായി വരുന്നത്. രണ്ടാമതായിട്ട് റനീഷ റഹ്മാൻ ആയിരുന്നു റണ്ണറപ്പ്. മൂന്നാമതായിട്ട് ജുനൈസ് VP സെക്കൻഡ് റണ്ണറപ്പ്. അത് കഴിഞ്ഞ് ശോഭ വിശ്വനാഥ് തേർഡ് റണ്ണറപ്പ്. അത് കഴിഞ്ഞ് ഷിജു AR ഫോർത്ത് റണ്ണറപ്പ്. ഇങ്ങനെ 5 പേരും ടോപ്പ് 5ഉം വരുന്നുണ്ട്. അതുപോലെ തന്നെ റോയ്നോഷ് ജോർജ് വരുന്നുണ്ട്, സെറീന ആൻഡ് ജോൺസൺ വരുന്നുണ്ട്, നാദിറ മെഹറിൻ വരുന്നുണ്ട്. ഇങ്ങനെ 8 മത്സരാർത്ഥികളെ ഗ്രാൻഡ് ലോഞ്ചിന് ബിഗ് ബോസ് സ്പെഷ്യലായിട്ട് ചെന്നൈയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇവരായിരിക്കും ബിഗ് ബോസ് സീസൺ 6 ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ. ഇവരുടെ കയ്യിലെ ബാറ്റ് പുതിയ മത്സരാർത്ഥികൾക്ക് കൊടുത്ത് അനുഗ്രഹിച്ചകത്തേക്ക് വിടുകയാണ്. എന്തൊക്കെ സംഭവിക്കാല്ലേ? ഒരുപാട് അവസാന നിമിഷം ബിഗ് ബോസ് സീസൺ 6 അവസാന നിമിഷമേ നിങ്ങളെ ഇതിലേക്ക് തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളിക്കും, എല്ലാവർക്കും ടിക്കറ്റ് ഒക്കെ കൊടുത്ത് ക്യാരവാനിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അതിൽ നിന്നൊരു 18 പേരെ അകത്തേക്ക് കയറ്റി വിടുന്നത്. വൈറ്റ് കാർഡ് എൻട്രീസിനെ കുറച്ച് ദിവസം അവിടെ താമസിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും കയറ്റി വിടുന്നത്. അങ്ങനെ വളരെ സർപ്രൈസിങ് ആയിട്ട്, വളരെ സീക്രട്സ് ആയിട്ട്, രഹസ്യമായിട്ട് ബിഗ് ബോസ് സീസൺ 6 ആണ് പണിഞ്ഞു വെച്ചിട്ടെങ്കിലും കുറച്ചധികം ആളുകളുടെ പേരുകൾ ലീക്കായിട്ടുണ്ട്. അതാണ് സത്യാവസ്ഥ. ലീക്കാവും അല്ലേ? കാരണം ഇവിടെ കോമണൈസ് പല ആളുകളും വിളിച്ചതൊക്കെ പുറത്തു വന്ന പോലെ അവർ പറയും, അവരവിടുത്തെ സുഹൃത്തുക്കളോട് പറയും, ഫ്രണ്ട്സിനോട് പറയും. പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണല്ലോ, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. ഇതിങ്ങനെ പറയുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, എന്തുകൊണ്ട് വിഷ്ണുവിനെ വിളിച്ചില്ല? മികച്ച കണ്ടസ്റ്റൻസ് ആണ് അല്ലെ, മികച്ച മത്സരാർത്ഥിയാണ് വിഷ്ണുവിനെ എന്തുകൊണ്ട് വിളിച്ചില്ല?
അതുപോലെ തന്നെ അനിയൻ മിഥുനെ ഒരു 10 പേരാക്കാമായിരുന്നല്ലോ. വിഷ്ണുവിനെ അനിയൻ മിഥുനെയും കൂടെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരായിരുന്നു. അത് എനിക്ക് അങ്ങോട്ട് വിയോജിപ്പുണ്ട്. കാരണം 8 പേരെ വിളിച്ചപ്പോൾ 2 പേരെ കൂടെ നിങ്ങൾക്ക് കൊണ്ടുവരായിരുന്നു. അവരും അവസാനം വരെ വന്ന മത്സരാർത്ഥികളാണ്. ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച മത്സരാർത്ഥികളാണ്. അവരെ ബിഗ് ബോസ് മനഃപൂർവ്വം മറന്നു എന്നൊരു പരാതിയോടുകൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും 7, 8, 9 തീയതികളിലാണ് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ച് നടക്കുന്നത്. ചെന്നൈയിലാണ് നടക്കുന്നത്. അഖിൽമാര, റനീഷ റഹ്മാൻ, ജുനൈസ് VP, ശോഭ വിശ്വനാഥ്, ഷൈജു, AR, സെറീന ജോൺസൺ, റിനോഷ് ജോർജ്, നാദിറ മെഹറിൻ, ഈ 8 മുൻ മത്സരാർത്ഥികളും ടോപ്പ് 8ൽ വന്ന 8 മുൻ മത്സരാർത്ഥികളും ബിഗ് ബോസ് സീസൺ 6ന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമാകുന്നു. ഉദ്ഘാടനത്തിന് നമ്മുടെ സ്വന്തം ലാലേട്ടനുണ്ട്. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും സ്പെഷ്യൽ അപ്പറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിലുമായിട്ട് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക, ബിൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു വിശേഷമായി ഞാൻ വീണ്ടും വരാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.